നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളൊരു കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് ആകപ്പാടെ തകർന്നു പോയ ശ്രുതി ഒരിക്കലും പ്രതീക്ഷ കാര്യമൊന്നും അല്ലല്ലോ സംഭവിച്ചേ. ചന്ദ്രമതി ആദ്യമായിട്ടാണ് അവളെ അടിച്ചാ പരുവത്തിനാക്കി ഇടുന്നത്. ഒടുവില് മുറിയിൽ പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കുക. ഈ സമയത്ത് രേവതി അടുക്കളയിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. രേവതി പറഞ്ഞു, എന്നാലും സച്ചേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യൂന്ന്. അതെ, അവളെ കൊണ്ട് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. അവളെ കുറിച്ച് ശരിക്കും ഇതുവരെയായിട്ട് ഈ വീട്ടിൽ ആരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെ? അതൊക്കെ എനിക്കറിയാം. ഈ പാർലടത്തി ഉണ്ടല്ലോ, ശ്രുതിയെക്കാളും വലിയ ഫ്രോഡാന്ന് പറഞ്ഞു. ഫ്രോഡോ? പിന്നല്ലാതെ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കള്ളത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുവോ? സാധാരണഗതിയിൽ ആരാണെങ്കിലും ഒത്തിരി മനസാക്ഷിയൊക്കെ കാണിക്കും. പക്ഷേ നീലിമ പറഞ്ഞ കേട്ടോ, 3 ലക്ഷം രൂപ പലിശ വേണമെന്ന് പറഞ്ഞ 3 ലക്ഷം രൂപ കൂടെ അടിച്ചു മാറ്റിയെടുത്ത ആളാ. മൊത്തം 53 ലക്ഷം വാങ്ങിയിട്ട് മലേഷ്യയിൽ നിന്ന് തന്റെ അച്ഛൻ കൊണ്ടുവന്നാന്നും പറഞ്ഞിട്ട് ഷോപ്പും തുടങ്ങി. അത്ര വലിയ കള്ളത്തരൊക്കെ ആരെങ്കിലും കാണിക്കുമോ? നീയാണ് കാണിക്കുമോ രവതിന്ന് ചോദിച്ചു. അയ്യോ എന്റെ സച്ചേട്ടാ, 1 രൂപ പോലും എനിക്ക് അടിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്. എന്നാലും അമ്മ അത്രയ്ക്കൊന്നും അടിക്കണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ അമ്മ ഇത്രയും കാലം തലയെ കയറ്റി വെച്ചോണ്ടിരുന്നാണല്ലോ. ബാക്കിയുള്ള മരുമക്കളെയൊക്കെ അമ്മയ്ക്ക് പുച്ഛമായിരുന്നു. പിന്നെ വർഷയോട് സ്നേഹമുണ്ട്. നിന്നെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ. അങ്ങനെ തന്നെ വേണം. അമ്മയുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാ കിട്ടിയത്. ആ സമയം രേവതി പറഞ്ഞു, എന്നാലും ഇത്രയും കാലമേ ശരിക്കും ഒരു പക്ഷേങ്കിൽ ഇതെല്ലാം ദൈവത്തിന് തീരുമാനമായിരിക്കും. അതുകൊണ്ടാണല്ലോ നീലിമ സച്ചേട്ടൻ കാണുന്നു. വീണ്ടും നീലിമ സച്ചേട്ടനെ ഓട്ടം വിളിക്കുന്നൊക്കെ. അങ്ങനെ ഓട്ടം പോയതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അത് മാത്രമല്ല, ആ കണ്ണട ഉണ്ടല്ലോ, ആ കണ്ണടയാണ് കാരണം എന്ന് പറഞ്ഞു. കണ്ണടയോ? അതെ, നീലിമ കണ്ണട തന്നോണ്ടല്ലേ ഫോട്ടോസ് ഒക്കെ എടുത്തേ. അതുകൊണ്ടല്ലേ ദേവ് തിരിച്ചറിഞ്ഞേ. ഓ, മനസ്സിലായി. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞു. കാരണം ഫോണിനകത്ത് ഫോട്ടോസൊക്കെ നോക്കിയതുകൊണ്ടാണ് സച്ചിയുടെ നീലിമയുടെ ഫോട്ടോ ദേവ് കാണാൻ ഇടയായത്. കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ട അതുകൊണ്ടാണല്ലോ. രേവതി പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും ശരി, ഒരു കാര്യം ഉറപ്പാ, കള്ളത്തരം കാണിച്ച അതേ കാലം ഒന്നും മൂടി വെക്കാൻ പറ്റില്ല. എപ്പോഴാണെങ്കിലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഇത്തിരി സമയം കഴിഞ്ഞപ്പോ വർഷയും ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ വർഷം ഒന്നിട്ട് ചോദിച്ചു, അല്ല രേവതി ചേച്ചി, ശ്രുതി അടുത്തിയെ കണ്ടോന്ന് ചോദിച്ചു. ഇല്ല. മുറിക്കാത്താണോ? ഇല്ല, ഞാൻ പോയി നോക്കിയില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ നോക്കാൻ പോയിട്ട് വേണം അമ്മയുടെ വായിരിക്കുന്ന കേൾക്കാനായിട്ട്. വെറുതെ എന്തിനാ? അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, എന്നാലും ശ്രുതിയെ അടുത്ത് ചെയ്ത കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുവോ? ഇത്രയൊക്കെ പണം അടിച്ചു മാറ്റുകയാണെന്ന് പറഞ്ഞാല്, അതും ശ്രുതിയോടൊപ്പം ചേർന്നിട്ട്. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഇതല്ല, ഇതിലപ്പുറവും ചെയ്യൂന്ന് പറഞ്ഞു. ഓ, നമ്മളൊക്കെ വിചാരിച്ചോണ്ടിരുന്ന എന്താ, മലേഷ്യന്ന് ശ്രുതിയടത്തിയുടെ അച്ഛൻ കൊടുത്ത പണം, ആ പണത്തിനാണ് ഷോപ്പ് തുടങ്ങിയെന്നല്ലേ? അതെ, ഇപ്പൊ കണ്ടില്ലേ സംഭവിച്ചേ. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ഒരാൾക്ക് മാത്രം ശിക്ഷ കൊടുത്ത ശരിയായില്ല. അത് കേട്ടപ്പോ രേവതിച്ചു, അതെന്താ വർഷ അങ്ങനെ പറഞ്ഞേ? ശ്രുതിയേട്ടനും കൂടെ കൊടുക്കണ്ടായിരുന്നു. കാരണം രണ്ടുപേരും തുല്യ പങ്കാളിത്തല്ലേ രണ്ടുപേർക്കും ഉള്ളത്. രണ്ടുപേരും ചേർന്നിട്ടല്ലേ ഈ നാടകങ്ങളൊക്കെ കളിച്ചേ. അപ്പൊ എന്തുകൊണ്ട് ശ്രുതിയേട്ടന് ശിക്ഷ കൊടുത്തില്ല? ശ്രുതിയേട്ടത്തേക്ക് മാത്രം കൊടുത്തു. അതിന് എനിക്ക് വിരോധം ഉണ്ടെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, ആ പോയിന്റ് കറക്റ്റാ. പിന്നെ അമ്മയുടെ ഓമന പുത്രനല്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അമ്മയെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ച എന്താണെന്നറിയാവോ? അമ്മ ശ്രുതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് ശ്രുതിയടുത്തി പറഞ്ഞില്ലേ, അതാണ് അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചേ. അല്ലെ അമ്മ ഇത്രയ്ക്ക് അടിക്കൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, ആ ശരിയാ, എനിക്കും അത് തോന്നുന്നുണ്ട്. മിക്കവാറും അതായിരിക്കും കാരണം. അമ്മ എല്ലാം സഹിക്കും, പക്ഷെങ്കിലേ അമ്മയെ കുറ്റപ്പെടുത്തി ആരെങ്കിലും സംസാരിച്ച് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ആ ഒരു ദേഷ്യം കൂടെ ശ്രുതിയടുത്തിന്റെ അടുത്ത് തീർത്തെന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെ, എന്നാലും അത്രയ്ക്ക് മാത്രം തല്ലേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോ എന്തേലും കടുങ്കൈ എന്തേലും ചെയ്യുവോ? സച്ചു പറഞ്ഞു, ആര്? പാർലടുത്തിയോ? ഒരു കാരണവശാലില്ല. അങ്ങനെ ചെയ്യാനുള്ളവരൊക്കെയാണ് നേരത്തെ ചെയ്തരം. ഇത് നല്ല മനക്കട്ടിയുള്ള ആളാ, ഒരു കാരണവശാലും അങ്ങനെയും ചെയ്യില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യത്തൊന്നുമില്ല. അവരെ കുറിച്ച് നമുക്ക് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയാ, ശ്രുതിയടുത്ത് കുറച്ച് ബോൾഡാണ് ആള്, അതുകൊണ്ട് ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല. എല്ലാവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ തന്നെ ചെയ്യും. അതുകൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ അവര് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി ആകെപ്പാടെ സമ്മല തെറ്റിമട്ടി മുറിയിലിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ശ്രുതിയുടെ വരവ്. ശ്രുതി ഇങ്ങനെ വന്ന് ശ്രുതിയെ ഒന്ന് നോക്കി. എന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ശ്രുതി, എന്ത് ചെയ്യാൻ പറ്റും? അമ്മ അങ്ങനെയൊക്കെ ചെയ്തല്ലോ, മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് ചാടി എഴുന്നേറ്റു. ശ്രുതി, നീ ഒരാണാണോ എന്ന് ചോദിച്ചു. എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക. നിന്റെ അമ്മേനെ അത്രയും തല്ലി,
പക്ഷേങ്കിൽ ഒരു വട്ടം പോലെങ്കിലും നീ അമ്മയോട് പറഞ്ഞോ വേണ്ട അവളെ തല്ലണ്ട, എനിക്കും അവൾക്കും തുല്യ പങ്കാളിത്തമെന്ന് നീ പറഞ്ഞില്ലല്ലോ. നീ എന്തുകൊണ്ടാ പറയാത്ത, തടസ്സം പിടിക്കാൻ പോലും വരാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അതെ, ഞാൻ ആ സമയത്ത് അതിന്റെ ഇടയ്ക്കിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്കിട്ട് തരും. അത് മാത്രമല്ല, നീ എന്തൊക്കെ എന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞേ. വിദ്യാഭ്യാസം ഉണ്ട്, വിവരമില്ലെന്നേ ഉള്ളൂ. ഇത്രയും കാലം ജോലിയും കോലിയും ഇല്ലാതെ പാർക്കിൽ കൂടെ നടക്കുമായിരുന്നു. ആ പണം കിട്ടിയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തുടങ്ങിയെന്നൊക്കെ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്ക് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അതല്ല അമ്മയെ ചൊടിപ്പിച്ചേ. എനിക്ക് പോലും ദേഷ്യം വന്നുപോയി നീ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പം. നീ നിന്റെ ഭാഗം മാത്രം നോക്കുന്നുള്ളൂ ശ്രുതി, മറ്റുള്ളവരുടെ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ ശ്രുതി ചൂണ്ടിക്കാണിക്കുക. ചൂണ്ടിക്കാണിച്ചതിന് ശേഷം പറഞ്ഞു കേട്ടെ, ഇത്ര നാളായി എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞിട്ട് ശ്രുതി പോയോ? ഇല്ലല്ലോ. കുറെ ആപ്ലിക്കേഷനൊക്കെ വെച്ചു, കുറെ ഇന്റർവ്യൂസിനും കാര്യത്തിനും ഒക്കെ പോയി, എന്നിട്ടും ജോലിക്ക് പോയില്ല. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നത് നല്ല കാര്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞ്. എന്നിട്ടോ അവസാനം കുറ്റം വന്നപ്പോൾ എൻ്റെ തലയിൽ നിങ്ങളെല്ലാവരും ഒന്നായി, ഞാൻ വെറും പുറമ്പോക്കയല്ലേ എന്ന് ചോദിച്ചു. ശ്രുതി ഇങ്ങനൊന്നും പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ശ്രുതിയെ വിശ്വസിച്ചവളാ ഞാൻ. ശ്രുതി എനിക്ക് താങ്ങും തള്ളാവെന്ന് കരുതി. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല ഷോപ്പ് തുടങ്ങിയത്, ശ്രുതിക്കും കൂടെ കൂടിയിട്ടാണ്. ഞാനല്ല അതിൻ്റെ അകത്ത് ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ എടുക്കണേ. എന്നിട്ടോ അവസാനം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ശ്രുതി, നീ വിഷമിക്കില്ലേ, ദേഷ്യപ്പെടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ സമാധാനിപ്പിക്കുന്നുണ്ടല്ലോ, ഇത് അമ്മയുടെ മുന്നിൽ വെച്ച് എന്താ ചെയ്യാത്തെ? ഓ, അപ്പൊ അമ്മയെ പേടിയാണല്ലേ, അമ്മ പറയുന്നല്ലേ അനുസരിക്കുള്ളൂ. അതല്ല ശ്രുതി. പിന്നെ ശ്രുതി 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 ഒന്നും മിണ്ടായിരിക്കുക ശ്രുതി. അവിടെ എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ല. എന്താണ്, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നേക്കാൾ നല്ലത് ഡിവോഴ്സാന്ന് പറഞ്ഞു. ഡിവോഴ്സോ? അതെ, ഇതിനേക്കാൾ എത്രയോ ഭേദം അത്. നിങ്ങളെപ്പോലൊരുത്തരുടെ ഭർത്താവായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയോ. പക്ഷെ ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുകയോ ചെയ്തേ. രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് ഒരു ബസ് ഇടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബസ്സിന് മുന്നിലേക്ക് തള്ളിവിട്ട് നിങ്ങൾ ഓടി മാറും. ആ സ്വഭാവം നിങ്ങളുടേത്. അതുപോലെ തന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. രണ്ടുപേരും കൂടെ ഒന്നായി ചേർന്ന് നിൽക്കേണ്ട കാര്യത്തിനാ നിങ്ങൾ മാത്രം എന്നെ അവസാനം നിങ്ങളുടെ അമ്മയുടെ മുന്നിലേക്ക് തള്ളിയിട്ടു. അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലി മൊത്തം ഞാൻ കൊണ്ടു. നിങ്ങൾക്കൊന്നും പോകാനില്ലല്ലോ, നഷ്ടപ്പെടാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കുറ്റപ്പെടുത്തലുകൾ നടത്തുവാണ്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതി, നിന്റെ നാക്കുണ്ടല്ലോ, നാക്ക് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നീ അമ്മയുടെ അടുത്തൊന്നും മര്യാദയ്ക്ക് ഇരിക്കുവാണെങ്കിൽ അമ്മ ഇത്ര തല്ലത്തില്ലായിരുന്നു. നീ പിന്നെ വീണ്ടും എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു, അമ്മയെ കുറ്റപ്പെടുത്തി പറഞ്ഞു. അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം നിനക്കറിയാലോ. പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. ഉള്ളത് പറഞ്ഞപ്പം നിനക്കൊന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ലല്ലേ? എനിക്കറിയാം അങ്ങനെയൊക്കെ വരുവോളെന്ന്. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് കയറിപ്പോകാനായിട്ട് ഒരു ഇടവില്ലെന്ന് ഓർത്താണോ നീയൊക്കെ ഇരിക്കുന്നത്? ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ശ്രുതി പോട്ടെ, സോറി. ഞാൻ സോറി പറഞ്ഞല്ലോ. വേണ്ട, കൂടുതൽ സോറി ഒന്നും പറയണ്ട. ഒരു ഭർത്താവിന്റെ സ്നേഹം ഭാര്യയ്ക്ക് കിട്ടേണ്ടത് എപ്പോഴാണെന്നറിയാവോ? ഭാര്യ തനിച്ചാവുന്ന ആ ഒരു സമയത്താണ്. നാലാളുടെ മുന്നിൽ ഞാൻ തല ഒഴിച്ച് നിൽക്കുന്ന സമയത്ത് ഈ സപ്പോർട്ടും കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ലോ. അത് പിന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? അമ്മയുടെ സ്വഭാവം അറിയാലോ. പിന്നെ അമ്മയുടെ സ്വഭാവം ഇതിനേക്കാളും വലുത് കണ്ട ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെയാണ് ശ്രുതിയുടെ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു. ഒടുവിൽ ശ്രുതി പറഞ്ഞു, ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല, ഇറങ്ങി പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പോവുകയാണ്. പിന്നീട് കഥ തുറന്ന് പുറത്തിറങ്ങിയിട്ട് ഇത്തിരി സമയം നിന്നു, ശ്രുതി എങ്ങനും വരുമോന്ന്. പക്ഷെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. ശ്രുതിക്ക് ആകെപ്പാടെ ടെൻഷനായി. അപ്പോഴേക്കും ശ്രുതി വന്ന് നോക്കിക്കഴിഞ്ഞു. പിന്നെ ശ്രുതിനെ കണ്ടില്ല. ശ്രുതി പോയെന്ന് മനസ്സിലായി. ദൈവമേ, ഇനിയിപ്പോൾ അവള് വല്ലേ കടുങ്കൈ വല്ലതും ചെയ്യുവോ എന്നൊക്കെ ഒരു ചിന്ത ശ്രുതിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ആ സമയം ചന്ദ്രമതി കട്ട കലിപ്പിലിരിക്കുമ്പോഴത്തേനും രവീന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു, നീ ആ കാണിച്ച എന്താളും മോശമായി പോയെന്ന് പറഞ്ഞു. എന്ത്? തല്ലേണ്ട കാര്യമില്ലായിരുന്നു അവളെ. തല്ലേണ്ട കാര്യമില്ലായിരുന്നോ? തല്ല് കൊടുക്കുവാണെങ്കിൽ രണ്ടുപേർക്കും കൊടുക്കണം. രണ്ടുപേരും കൂട്ടുത്തരവാദികളല്ലേ? എന്നിട്ട് ഒരാളെ മാത്രം പിടിച്ച് തല്ലി ശരിയായില്ല. ഓ, അപ്പൊ രവിയേട്ടൻ തെറ്റി ശരിയും കാണാനായിട്ട് വന്നാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രവിയേട്ട, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യത്തുള്ളൂ. അവളെ പോലൊരു പക്ക ഫ്രോഡ് ഞാൻ എങ്ങനെ തലയെ കെട്ടി വെച്ചോണ്ടിരുന്നാ? ഓ, അവള് ഭയങ്കര പാവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവില് എനിക്കിട്ട് തന്നെ അവള് പണി തന്നല്ലോ എന്ന് പറഞ്ഞു. അത് കെട്ടിക്കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് രവീന്ദ്രൻ പറഞ്ഞു, അതെ ചന്ദ്രേ, നിന്റെ കയ്യിലെ കുഴപ്പം. നീ അവളെ ആദ്യം തലയിലേക്ക് കയറ്റി വെക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. എന്നാലും രവിയേട്ട, എനിക്ക് എത്ര വിശ്വാസമായിരുന്നു അവളെ. നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന നല്ല ഒന്നാം പണക്കാരി പെങ്കൊച്ചല്ലായിരുന്നോ? കുറച്ച് ദിവസങ്ങൾ കൊണ്ടല്ലേ അവളതൊന്നും അല്ലാതാക്കി മാറ്റിയതോ. എല്ലാം അവളുടെ കയ്യിലിപ്പോണ്ട ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല.
ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവളുടെ അടുത്തേക്ക് ഇടണം, അവളെ സമാധാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഞാൻ എൻ്റെ പട്ടി പോവും അവളുടെ അടുത്ത് സമാധാനിപ്പിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുധിയെ അവൾ മയക്കെടുക്കുകയല്ലേ ചെയ്തേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. സുധി നല്ല പൊസിഷനിൽ എത്തേണ്ട ഒരാളായിരുന്നു. ഇവളുടെ കൂടെ കൂടിയതുകൊണ്ട് അതും കൂടെ പോയെന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, ബെസ്റ്റ്. എടി, അവൻ എന്തെങ്കിലും ഒരു കാലത്ത് നല്ല കാലം ഉണ്ടാകുന്ന എനിക്ക് തോന്നില്ല. കാരണം അവൻ എന്നും കള്ളവും വഞ്ചനയും മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ അങ്ങനെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും ഒരിക്കലും അവൻ സത്യങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അവന് വേണ്ടി വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ദേഷ്യപ്പെടുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.